ആലപ്പുഴ അരൂക്കുറ്റിയിൽ വീട്ടമ്മയെ അയൽവാസി ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി. കുളുന്താഴ നികർത്തിൽ ശരവണന്റെ ഭാര്യ വനജയാണ് മരിച്ചത്. സംഭവത്തിൽ അയൽവാസിയായ വിജീഷ് ഒളിവിലാണ്. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി. മനീഷ്, എന്തിനായിരുന്നു ഈ ക്രൂരകൃത്യം എന്നതാണ് കുടുംബാംഗങ്ങളൊക്കെ പറയുന്നത്? എന്താണ്? അനുജ, രണ്ട് വീടുകൾ തമ്മിലുള്ള തർക്കമാണ് ഈ പ്രശ്നത്തിന് കാരണം. ഇന്നലെ രാത്രി 10:30-ഓടെയാണ് സംഭവം ഉണ്ടാകുന്നത്. 50-കാരി വനജയുടെ മകൻ ശരത്ത് തങ്ങളുടെ അമ്മയെ കളിയാക്കിയെന്ന് ആരോപിച്ചാണ് അയൽവാസിയായിട്ടുള്ള വിജേഷും അജീഷും ചേർന്ന്, ഇവർ രണ്ട് സഹോദരങ്ങളാണ്, ഇവർ രണ്ടും വനജയുടെ വീട്ടിലേക്ക് എത്തുന്നത്. തുടർന്ന് വാക്കേറ്റവും സംഘർഷവും ഉണ്ടായി. പരസ്പരം ഇരു വീട്ടുകാർ തമ്മിൽ പരസ്പരം മർദ്ദിച്ചു. ഇതിനിടയിൽ വനജയ്ക്ക് ചുറ്റിക കൊണ്ട് തലക്കടി ഏൽക്കുകയായിരുന്നു എന്നാണ് ഈ പരാതിയിൽ ഇവരുടെ ഭർത്താവ് ശരവണനും മകൻ ശരത്തും പറയുന്നത്. ഇവർ പോലീസ് നിലവിൽ പരാതി കൊടുത്തിട്ടുള്ളത് തങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ അമ്മയെ വനജയെ കൊലപ്പെടുത്തിയതാണ് ഈ വിജേഷും ഒപ്പം തന്നെ ജയേഷും ചേർന്ന് എന്നുള്ള പരാതി കൊടുത്തിട്ടുണ്ട്. ഈ സംഭവത്തിന് ശേഷം ഇരുവരും ഒളിവിലാണ്. വിജീഷും അജേഷും സഹോദരങ്ങളാണ്, രണ്ടുപേരും ഒളിവിലാണ്. ഒപ്പം തന്നെ ഈ വനജയുടെ ഭർത്താവിനും മകനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. 3 വീടുകളുടെ മാത്രം വ്യത്യാസത്തിൽ താമസിക്കുന്ന ഈ കുടുംബങ്ങളാണ്. ഇവർ തമ്മിൽ നിരന്തര പ്രശ്നങ്ങളാണെന്ന് നാട്ടുകാരും അയൽവാസികളും പറയുന്നുണ്ട്. കഴിഞ്ഞ ഒക്ടോബറിലും ഇരു വീട്ടുകാരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് 2 കുടുംബങ്ങളുടെയും പരാതിയിൽ മേൽ പൂച്ചാക്കൽ പോലീസ് കേസെടുത്തിരുന്നു. നിലവിൽ ഈ 2 പേർക്കും വേണ്ടിയിട്ടുള്ള അന്വേഷണം നടക്കുകയാണ്. പൂച്ചാക്കൽ CI സുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ അന്വേഷണം നടത്തുന്നത്. വനജയുടെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടിക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിന് മാറ്റിയിട്ടുണ്ട്. ഈ ചുറ്റിക കൊണ്ടുള്ള അടി തന്നെയാണോ മരണകാരണം എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. അതായത് ചുറ്റികയ്ക്ക് അടി ഉണ്ടായിട്ടുണ്ട്, അടി കിട്ടിയിട്ടുണ്ട് എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷെ മരണകാരണം എന്താണെന്നുള്ള കാര്യം ഇനി പോസ്റ്റ്മോർട്ടത്തിൽ അറിയാൻ സാധിക്കും. ഒപ്പം തന്നെ ഈ പ്രതികൾക്ക് വേണ്ടിയിട്ടും പോലീസ് അന്വേഷണം തുടരുകയാണ്.